വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു സഞ്ചാരം എന്ന വിഷയമാണ്. രാവിലെ ക്ലാസ് എടുത്ത ആളുകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ വളരെ 1, 2, 3 പ്ലാറ്റ്ഫോമുകളിൽ പരിമിതപ്പെട്ട് നിൽക്കുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഉപേക്ഷിച്ചിട്ട് കുറേ നാളുകളായി. നമ്മളിപ്പോഴും പരമാവധി ആളുകൾ ഇപ്പോഴും അവിടെയാണ് വിജയിക്കുന്നത്. കൂടുതൽ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഏതൊക്കെ രീതികൾ നമുക്ക് അവലംബിക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള പുതിയ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള വിശദീകരണങ്ങളായിരിക്കും ഈ വരുന്ന ക്ലാസ്സിൽ ഉണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സെഷന് ഇതിൻ്റെ ഈ ഔപചാരികമായ രണ്ടാമത്തെ സെഷൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടത് പുരോഗമന കേരള സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന നേതാവും കേരള സംഗീത അക്കാദമിയുടെ സെക്രട്ടറിയും പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനുമായിട്ടുള്ള കരിവള്ളൂർ മുരളിയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് മഹേഷ് AR ആണ്. മഹേഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വം പുരോഗമന കേരള സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടി മഹേഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹേഷ് വേദിയിലേക്ക് വരണമെന്ന് മഹേഷ് ഈ ചടങ്ങിന് ഔപചാരികമായ നന്ദി പറയുന്നത് പുരോഗമന കേരള സാഹിത്യ സംഘത്തിൻ്റെ തൃശ്ശൂർ മേഖലാ സെക്രട്ടറി VV സഹദേവനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മഹേഷിന് അധ്യക്ഷൻ വരുന്ന മുറയ്ക്ക് അദ്ദേഹം സംസാരിക്കും. ക്ലാസ് അങ്ങനെ വളരെ തുച്ഛമായിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോമുകളാണ് നമുക്ക് സജീവമായിട്ട് വയ്ക്കുന്നത് അല്ലേ? ആ പ്ലാറ്റ്ഫോമിനേക്കാൾ കൂടുതലായി ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിലവിലുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമുകളെ പറ്റി വിശദമായിട്ട് പറയാനായിട്ടുള്ള ഒരു സമയപരിധിയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ ഓടിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഈ വിവിധ പ്ലാറ്റ്ഫോമുകളെ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താം അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു. നമ്മുടെ നവമാധ്യമം എന്ന് പറയുന്നതിന്റെ ഗുണം എന്താണെന്നുള്ളതും അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളതും നേരത്തെ പ്രൊഫസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പ്രധാനം നമ്മൾ കാണേണ്ടത് ഈ ഒരു മാധ്യമ മേഖലയ്ക്ക് ഒരു പ്രത്യേകതയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രമാധ്യമമായാലും ദൃശ്യമാധ്യമമായാലും ആ മേഖലകളിലെല്ലാം ഓൺസൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അത് അവർ പറയുന്നത് നമുക്ക് ശ്രമിക്കാനും വായിക്കാനും കാണാനും മാത്രമേ പറ്റൂ. നമുക്ക് ആ വാർത്തയോട് ഇൻസ്റ്റന്റ് ആയിട്ടൊരു റിപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു വേദി ഈ മാധ്യമ മേഖലകളൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്തില്ല. അവിടെയാണ് നവമാധ്യമത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു വാർത്ത സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു വന്നാൽ അത് സത്യമാണോ സത്യമല്ലേ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നമുക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ഒരു ഇടം കൂടെ ഈ ഒരു മാധ്യമ മേഖല നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു മാധ്യമ മേഖലയ്ക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മാധ്യമ മേഖല. ഇപ്പം TV-യിൽ വാർത്ത വരുന്നതോ അല്ലെങ്കിൽ ചാനൽ ചർച്ച വരുന്നതോ വൈകിട്ട് 7 ആ സമയത്ത് 8 മണി ആ സമയത്തായിരിക്കും. പത്രം വരുന്നത് രാവിലെ 7 മണിക്കായിരിക്കും. പത്രത്തിൽ ഇന്നത്തെ വാർത്ത നാളെ രാവിലെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറെ ന്യൂനതകൾ ഈ പറഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷെ നവമാധ്യമമാകുമ്പോൾ നമുക്ക് ഏത് സമയത്തും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാർത്തകൾ ഉത്പാദിപ്പിക്കാനും പറ്റും, അതുപോലെ തന്നെ വാർത്തകൾ വായിക്കാനും പറ്റും. അതുപോലെ തന്നെ ഏത് സ്ഥലപരിമിതിയില്ല. ഇപ്പൊ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് കൈരളി ചാനൽ പരിപാടി കാണണമെന്ന് വെച്ചാൽ അയാൾ അതിനായിട്ട് പ്രക്രിയയാണോ അറിയില്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ നവമാധ്യമാണെങ്കിൽ നമ്മൾ ഏത് ലൊക്കേഷനിൽ പോയാലും എവിടെ ഇരുന്നുണ്ട് സഞ്ചരിക്കുന്ന സമയത്തായാലും ഏത് സമയത്തും നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയയായി നവമാധ്യമം. അപ്പൊ പണ്ട് കാലങ്ങളിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇടങ്ങളുണ്ടായിരുന്നു. ചായക്കട, കലിങ്ക്, അങ്ങനെയുള്ള ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ സംവാദങ്ങൾ സംഘടിപ്പിക്കുകയും അവിടെ നിന്നുകൊണ്ട് ആൾക്കാരുമായി സംവദിക്കുകയും അവരിലേക്ക് നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ ഇപ്പോഴത്തെ പ്രധാന പരിമിതി എന്ന് പറഞ്ഞ സമയം, ആർക്കും സമയമില്ല. ഇപ്പൊ രാവിലെ വീട്ടിൽ പത്രം എന്ന സമയത്തായിരിക്കും നമുക്ക് ഓഫീസിൽ പോയി ഇറങ്ങിയിരിക്കുന്നത്, അതിനെ വാങ്ങിച്ച സമയം പിന്നെ വൈകിട്ട് വന്ന് വായിച്ചാലായി ഇല്ല. അപ്പൊ ഈ ഒരു മാധ്യമ മേഖല നമ്മുടെ മൊബൈൽ ഫോണിനകത്തായിരിക്കും. നമുക്ക്
ഉപയോഗപ്പെടുത്താവുന്നതല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഇടങ്ങൾ നമ്മൾ ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നവമാധ്യമത്തിൽ ഒരു പ്രധാന ഘടകം. നമ്മുടെ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ വെറുതെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ അക്കൗണ്ടിൽ പോസ്റ്റ് ഇട്ടാൽ മാത്രം അത് എല്ലാവരിലേക്കും എത്തില്ല. അപ്പോൾ എല്ലാവരിലേക്ക് എത്തണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ. ഒന്ന് നമ്മൾ നേരത്തെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ കണ്ടന്റ് അത് നവമാധ്യമ മേഖല ഉപയോഗപ്പെടുത്തുന്ന എല്ലാ പ്രായഭേദമന്യേ എല്ലാ ആൾക്കാരിലേക്കും എത്തുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഉദാഹരണത്തിന് നാടകം സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ നാടകം തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഓൺലൈനായിട്ട് നാടകം അവതരിപ്പിക്കും. ഒരു എന്താണ് കവിസംഭവത്തിൽ എന്താ ഒരു പ്രത്യേക സ്ഥലത്ത് നോട്ടീസൊക്കെ അടിച്ച് സമയവും തീയതി നിശ്ചയിച്ച് അവിടെ പ്രകടനം വരും, അവിടെ വെച്ച് പാടിപ്പിക്കുന്നു. അപ്പോൾ കുറെ കാണികളുണ്ടാകും. പക്ഷെ ഇവിടെ നവമാധ്യമത്തിൽ ഇതേ സംഭവം തന്നെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പൊ നേരിടുന്ന ന്യൂനതയാണ് നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇടങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ആ ഇടങ്ങൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ നവമാധ്യമ പ്ലാറ്റ്ഫോമിൽ. അത് രണ്ടാമത് ഈ നവമാധ്യമ പ്ലാറ്റ്ഫോമിലും മൂലധന ശക്തികളുടെ ഇടപെടലുണ്ട്. ആ മൂലധന ശക്തികളുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മാധ്യമ മേഖല കൂടെയാണ് നവമാധ്യമം. കാരണം മറ്റ് മാധ്യമ മേഖലകൾ എന്ന് പറയുന്നത് ജസ്റ്റ് അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ അല്ലെങ്കിൽ കാണാനേ പറ്റുന്നു. ഇതാണെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാനും നമ്മുടേതായിട്ടുള്ള ഒരു വിർച്വൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും ആ സ്പേസിലേക്ക് ആളെ കൂട്ടാനും അവരിലേക്ക് പ്രചരിപ്പിക്കുന്ന ഇതാണ് എന്ന് പറയാനുമായിട്ടുള്ള ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പല പ്ലാറ്റ്ഫോമുകൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം, ഇതിനകത്തുള്ള കണ്ടന്റ്സ് എല്ലാ തരത്തിലുള്ള ആൾക്കാരിലേക്ക് എത്തണം, എല്ലാ പ്ലാറ്റ്ഫോമുകളിലും എത്തണം. അപ്പോൾ അത് ഒരു ചെറിയ ജോലിയല്ല, അതിന് നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ സംഘടിതമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹോംവർക്ക് ചെയ്ത് അതിനെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുമ്പോൾ വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകൾ നമ്മളെല്ലാം കണ്ട് പരിചയമുള്ള 3-4 പ്ലാറ്റ്ഫോമുകളാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ. നേരത്തെ ട്വിറ്ററായിരുന്നു, ഇപ്പോൾ അതിന്റെ പേര് മാറ്റി എക്സ് എന്നായിട്ടുണ്ട്. ഇതാണ് നമ്മൾ കോമൺലി കേട്ടിട്ടുള്ളതും കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് നിൽക്കാൻ നോക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ കുറച്ചൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഭൂരിപക്ഷവും നമ്മൾ നിൽക്കുന്നത് ഫേസ്ബുക്കിലാണ്. പക്ഷെ ഫേസ്ബുക്കിന്റെ ട്രെൻഡ് മാറും. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അവർ ഇൻസ്റ്റയിലേക്ക്, സ്നാപ്ചാറ്റ്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, അതിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആശയം അവരിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ അതിന് സജീവമാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഓരോ പ്ലാറ്റ്ഫോമിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് യങ്സ്റ്റേഴ്സ് ആ പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകുന്നത്. ഉദാഹരണത്തിന് ഫേസ്ബുക്കിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്വാഭാവിക ഫേസ്ബുക്കിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പോസ്റ്റ് ഇടാൻ പറ്റും. ഈ പോസ്റ്റ് തന്നെ എന്തൊക്കെ പോസ്റ്റ് ഇടാം? ടെക്സ്റ്റ് കണ്ടന്റ് ഇടാം, എഴുത്തുകൾ എഴുതിയിട്ട് പോസ്റ്റായിട്ട് നമുക്ക് ഇടാം. അതുപോലെ തന്നെ പിക്ചേഴ്സ് നമുക്ക് പോസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഫേസ്ബുക്ക് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് എഴുത്ത് വായിക്കുന്ന കൂട്ടത്തിലല്ല ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരെന്ന് പറയുന്നത്. അവർക്ക് പരമാവധി ഷോർട്ടായിട്ടുള്ള കണ്ടന്റുകൾ വായിക്കാനാണ് താല്പര്യം. അതുപോലെ തന്നെ അവർക്ക് പോസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സെൽഫി എടുക്കുക, അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, ചെറിയ ഷോർട്ട് വീഡിയോസ് എടുക്കുക, അതിന് ആകർഷകമായിട്ട് ആ പ്ലാറ്റ്ഫോമുകളുടേതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്ത് അതിനെ ഭംഗിയായി പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവർക്കിടയിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മൾ കണ്ടന്റുകളെയും ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഷോർട്ട് നമ്മുടെ ടെക്സ്റ്റ് കണ്ടന്റ് ആയാലും അതുപോലെ തന്നെ വീഡിയോസ് ആയാലും ഷോർട്ടായിരിക്കും. ആ ഷോർട്ട് കണ്ടന്റിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ആശയം പരമാവധി അതിലേക്ക് പ്രചരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടീം
ഉണ്ടാകണം എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലൊരു കണ്ടന്റ് ടീം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ആ കണ്ടന്റ് ക്രിയേഷനിൽ തന്നെ ടെക്സ്റ്റ് കണ്ടന്റ് പോലെ തന്നെ ടെക്സ്റ്റ് കണ്ടന്റിനെ ഒരാൾ വായിക്കുന്നതിനേക്കാൾ അയാൾക്ക് കൂടുതൽ ഗ്രാബ് ചെയ്യാൻ പറ്റുന്നത് ഇമേജ് കണ്ടന്റ്. അപ്പോൾ ഒരു വലിയൊരു എസ്സേയുടെ കാര്യം തന്നെ വേണമെങ്കിൽ അതിനകത്തുള്ള സംക്ഷിപ്ത രൂപം നമുക്കൊരു പോസ്റ്ററിനകത്ത് ഇൻവെർട്ട് ചെയ്യാം. പോസ്റ്റർ നമുക്ക് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ഒരാളുടെ മനസ്സിലേക്ക് എത്തും. ഇപ്പോൾ ഫേസ്ബുക്കിലെല്ലാം സ്ക്രോൾ ചെയ്യാറുണ്ടല്ലോ. ഈ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണെവിടെ ആദ്യം പോകുന്നത് ടെക്സ്റ്റിൽ പോകുന്നത് കുറവായിരിക്കും. ഇമേജസ് ഉണ്ടെങ്കിൽ അതിൽ പോകും, വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൽ പോകും. അപ്പോൾ ഇമേജ് കണ്ടന്റ്സും വീഡിയോ കണ്ടന്റ്സും നമ്മുടെ ടെക്സ്റ്റ് കണ്ടന്റ് പരമാവധി ഇമേജ് കണ്ടന്റ് ആയിട്ടും വീഡിയോ കണ്ടന്റ് ആയിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്ത് പ്രചരിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകും. ഇത് സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മുടെ അക്കൗണ്ടിലോ എന്താ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള പേജിലോ എന്തൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും. ഈ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ചെയ്ത സാധനം എന്തിനാണ് നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ടന്റൊക്കെ എഴുതുമ്പോൾ ഞാനൊരു കവിത എഴുതും. ആ കവിത സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടുന്നതിന്റെ കാരണം എന്താണ് കാരണം? ചിലർ വരെ കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആവശ്യം ലൈക്ക് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു ആശയം പ്രചരിപ്പിക്കുകയാണ്. ആ ആശയമാണ് പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനവും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആശയപ്രചരണം. ആ ആശയപ്രചരണം നമുക്ക് നടത്തണമെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റ് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള മുൻകൂട്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. മുൻകൂട്ടിയുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കാം. ഒന്നുകിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്കൊക്കെ പറയുന്നത് അവർക്ക് പൈസ കൊടുത്ത് നമുക്ക് ഒരു പോസ്റ്റിന് വേണമെങ്കിൽ അവർക്ക് കാശ് കൊടുക്കാം. ഫേസ്ബുക്കിൽ കാശ് കൊടുക്കാം. ഉദാഹരണത്തിന് എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് 5000 ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ഫേസ്ബുക്ക് വന്നത് 2004 സമയത്താണ് വന്നത്. അന്ന് എനിക്ക് 5000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ ഒരു 4500 ഫ്രണ്ട്സിനും ഈ പോസ്റ്റ് കാണാമായിരുന്നു ആ കാലത്ത്. പക്ഷെ പിന്നീട് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് ഇതിനെ മാറ്റി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഇതിനെ മാറ്റിയപ്പോൾ അവരെന്ത് ചെയ്തു? 5000 ഫ്രണ്ട്സുള്ള എനിക്ക് ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടാൽ ആദ്യം 50 പേരാണ്. ഈ 50 പേരിൽ ആദ്യത്തെ ഒരു 15-20 മിനിറ്റിനിടയിൽ ഒരു 45 പേരെങ്കിലും അത് ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ മാത്രമേ അടുത്ത 500 പേരെയും കാണൂ. ഈ 50 പേര് ആദ്യം കാണിച്ചത് അതിൽ 5 പേരെ കാണിച്ചു, അത് ലൈക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പിന്നെ അടുത്ത് 2 പേരെ. അതാണ് നമ്മുടെ പോസ്റ്റുകൾക്ക് റീച്ച് പറയാനുള്ളത്. അപ്പൊ ഈ റീച്ച് കൊടുക്കാൻ അവർ 2 ഓപ്ഷൻ ചെയ്യും. ഒന്നെന്ന് പറയുന്നത് അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ലിസ്റ്റ് ഉള്ളതും അല്ലാത്തതും, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ഞാൻ സെലക്ട് ചെയ്യാം. ആ ലൊക്കേഷനുള്ള എല്ലാവർക്കും കാണിക്കണമെങ്കിൽ, പ്രായപരിധി അനുസരിച്ച് കാണിക്കണമെങ്കിൽ, ജെൻഡർ അനുസരിച്ച് കാണിക്കണമെങ്കിൽ, അവരുടെ ടേസ്റ്റ് അനുസരിച്ച് കാണിക്കണമെങ്കിൽ അതിനുള്ള ഫീച്ചേഴ്സ് എല്ലാം അവർ പേരിലുണ്ട്. പക്ഷെ ഫ്രീ നമുക്ക് അതൊന്നുമില്ല. അപ്പൊ ആ ഫ്രീയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. ആ ഫ്രീയെ നമുക്ക് എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്താം? ആ ഫ്രീയെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്കൊരു ടെക്നിക്ക്. ഇതാണ് ഞാനൊരു പോസ്റ്റ് അല്ലെങ്കിൽ പുരോഗമന കലാസാഹിത്യ ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് ആ പേജ് ഫോളോ ചെയ്യുന്ന ആൾക്കാരിലേക്കായിരിക്കും പ്രധാനമായിട്ട് പോകുന്നത്. ഫോളോ ചെയ്യുന്ന എല്ലാവരിലേക്കും പോകില്ല. ഒരു നിശ്ചിത സംഖ്യയിലാണ് 10,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ 500 പേരിലേക്കായിരിക്കും പോകുന്നത്, ആ തവണയിലേക്കായിരിക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് പോകണമെങ്കിൽ ആ പോസ്റ്റ് ഇട്ട് ആദ്യത്തെ 15 മിനിറ്റിനിടയിൽ അല്ലെങ്കിൽ 20 മിനിറ്റിനിടയിൽ പരമാവധി റിയാക്ഷൻസ് മാനുവലി നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ മാനുവലി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പേജിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടാൽ ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെങ്കിലും അവിടെ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക എന്നുള്ള പ്രവർത്തനം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിന്റെ അൽഗോരിതം അടുത്ത് കൂടുതലായിട്ടുള്ള ഫോളോവേഴ്സിലേക്ക് കാണിക്കും. അവിടുന്ന് പിന്നെ ഷെയർ ചെയ്ത് പല മേഖലകളിലേക്ക് ഇത് പോകണമെങ്കിൽ ഒന്ന് കണ്ടന്റ് നല്ല ആകർഷകമായിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും. 2 ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് വഴി നമുക്ക് പരമാവധി ഇതിനെ പ്രചരിപ്പിക്കും. ഇതെല്ലാം നമ്മൾ പല കമ്മിറ്റികളിലും ഇതേപോലുള്ള വേദികളിലെല്ലാം പറയാറുണ്ട്. പക്ഷെ പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആദ്യത്തെ ഒരാഴ്ച ഇതെല്ലാം ചെയ്യും. പിന്നെ അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കൂടി വരും. എന്നും ലൈക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ പിന്നെ പതുക്കെ വൈകിട്ടാകുമ്പോൾ എല്ലാം ഒരുമിച്ച് ലൈക്ക് ചെയ്യും. അത് ഒരാഴ്ച പറയും. അത് കഴിഞ്ഞ് പിന്നെ വരുമാനമുള്ള ദിവസത്തിലുള്ള 1 മാസത്തിലേക്കാവും. അപ്പോൾ ആ ഒരു ചങ്ങല അവിടെ മൊഴിയാണ്. അങ്ങനെ മൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച സംഭവം ഏറ്റവും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഇത് താഴേക്ക് പോകും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ കോഴ്സാണ്? ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ കോമൺലി കണ്ടിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ അക്കൗണ്ട്, അതിനകത്ത് ലോഗിൻ ചെയ്യുന്നു, അവിടെ ഒരു പോസ്റ്റ് ഇടുന്നു, അവിടെ കിടക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിലുള്ളവർ കാണുന്നു, ലൈക്ക് ചെയ്തു, കമന്റ് ചെയ്തു. രണ്ടാമത്തത്
ഗ്രൂപ്പ്. നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ അക്കൗണ്ടുകളോ പോസ്റ്റുകളോ അവിടെയുള്ള പ്രശ്നം എന്താ? 5000 ഫ്രണ്ട്സിന് മാത്രമേ പരമാവധി ആഡ് ചെയ്യാൻ പറ്റൂ. ഈ 5000 ഫ്രണ്ട്സിലേക്ക് മാത്രമേ എൻ്റെ കണ്ടൻസ് പോകത്തുള്ളൂ. അതിനൊരു 500 രൂപയിലേക്ക് പോകത്തുള്ളൂ. അപ്പം അത് നമുക്ക് കൂട്ടുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൂട്ടണമെങ്കിൽ എൻ്റെ ഒരു അക്കൗണ്ട് കൊണ്ട് മാത്രം എനിക്ക് പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യും. പേജിലാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫോളോവേഴ്സിന് നമുക്ക് കഴിയും. പുരോഗമനം കലാസാഹിത്യത്തിന്റെ സംസ്ഥാന കമ്മിറ്റി പേര് 11,000-ഓളം ലൈക്കുണ്ട്. അപ്പോൾ ആ 11,000-ഓളം ലൈക്കിനെ നമുക്ക് എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം കൂടുതൽ റിയാക്ഷൻസ് അതിനകത്ത് വരണം. അത്രത്തോളം കൂടുതൽ റിയാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിനകത്തുള്ള ഓരോ പോസ്റ്റും പരമാവധി ആൾക്കാർ ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് ഈ റിയാക്ഷൻസ് വരുത്താനായിട്ട് ഒരു അറിയിപ്പ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും കാണില്ല. സ്വാഭാവികമായി എൻ്റെ ഫ്രണ്ട്സിലുള്ള എല്ലാവരിലേക്കും കണ്ടാൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആ പേജ് ഫോളോ ചെയ്യുന്ന എല്ലാവരുടെയും കണ്ടൽ ആദ്യം കാണിക്കും. ഇത് കാണിക്കാനായിട്ട് നമ്മളൊരു വിർച്വലായിട്ടുള്ള ഗ്രൂപ്പ് ഫേസ്ബുക്കിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുരോഗമന കലാസാഹിത്യത്തിൻ്റെ ജില്ലാ മഠാന്തർ അവർക്ക് ഓരോ പേജുണ്ട്. ആ പേജിനൊപ്പം ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് പരമാവധി ആൾക്കാരെ അതിനകത്തേക്ക് ആഡ് ചെയ്യും. പുരോഗമന കലാസാഹിത്യം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവും, അതുപോലെ കലയുമായിട്ട് ആഭിമുഖ്യമുള്ള ആൾക്കാരുണ്ടാവും. ഇത് നമ്മൾ പാർട്ടി ഘടകത്തിലൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്യും. അവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് എക്കോ ചേമ്പർ ചെയ്യുന്നത് നമ്മുടെ പാർട്ടി അനുഭവം സഹായങ്ങളുള്ള ആൾക്കാർ മാത്രമായിരിക്കും ആ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമുക്കത് ഒരു പരിമിതിയുണ്ട്. മറ്റുള്ള ആൾക്കാർ നമുക്ക് അതിനകത്ത് കൊണ്ടുവരുന്നതിന് പരിമിതിയുണ്ട്. പക്ഷെ പുരോഗമന കലാസാഹിത്യത്തിനകത്ത് അതില്ല. കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് അത്തരം ഗ്രൂപ്പുകളിലേക്ക് ഭാഗമാക്കാം. അതുപോലെ കൊച്ചു കുട്ടിയാകട്ടെ, സ്ഥിരമായിട്ട് കവിത പാടുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാകട്ടെ, ആ കുട്ടിയെ വേണമെങ്കിലും നമുക്ക് ഈ ഗ്രൂപ്പിനകത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് ആ കുട്ടി വരുമ്പോൾ കുട്ടിക്കും അവരുടേതായിട്ടുള്ള കഴിവുകളും അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആ ഗ്രൂപ്പിനകത്ത് പ്രകടിപ്പിക്കാൻ പറ്റും. ആ ഗ്രൂപ്പിനകത്ത് പ്രകടിപ്പിക്കുന്ന ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർ കാണുകയും ഗ്രൂപ്പിലുള്ളവർ കാണുകയും അത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ എക്കോ ചേമ്പർ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഈ എക്കോ ചേമ്പർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കണ്ടൻസ് താഴെ അറ്റം വരെ എത്തിക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാം. ഗ്രൂപ്പ്സിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഗ്രൂപ്പ്സിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിനകത്തുള്ള വേറൊരു സംവിധാനമാണ് മെസ്സഞ്ചർ. നിങ്ങളെല്ലാം ഉപയോഗിക്കും, ചാറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെസ്സഞ്ചർ ഉണ്ട്. അത് one-to-one മെസ്സഞ്ചറും ഉണ്ട്, അതുപോലെ ഗ്രൂപ്പ് മെസ്സേജിങ് സംവിധാനം. ഗ്രൂപ്പ് മെസ്സേജ് എന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അവരുമായിട്ട് സംവദിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു മീറ്റിംഗ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഹോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഹോസ്റ്റ് ചെയ്ത് നമുക്ക് അവരുമായിട്ട് റിയൽ ടൈമിൽ സംവദിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മെസ്സഞ്ചറിന്റെ ഓപ്ഷൻസ് നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം ഫേസ്ബുക്കിൽ. അതുപോലെ തന്നെ പേജ് നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാ ഒരുവിധപ്പെട്ട നന്നായിട്ട് ഓടിക്കുന്ന പേജ് ആകുമ്പോഴത്ത് പല അഡ്മിന്മാരെയും നമ്മൾ അക്കൗണ്ട് ആണെങ്കിൽ എന്താണ് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുന്നു, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അതിലെനിക്ക് സമയമില്ലാത്ത സമയത്ത് വേറൊരാളിന് പോസ്റ്റ് ചെയ്യണമെങ്കിലോ ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് അയാൾക്ക് കൈമാറും. അയാൾ അതുവഴി ലോഗിൻ ചെയ്തിട്ട് വേണമെങ്കിൽ അയാൾക്ക് പോസ്റ്റ് ചെയ്യാം. പേജ് ആകുമ്പോൾ ആ പ്രശ്നമില്ല. പേജിനകത്ത് നമുക്ക് അത് ആ പേജിനകത്തുള്ള കണ്ടൻസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അഡ്മിന്മാരെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ ആ മൾട്ടിപ്പിൾ അഡ്മിനകത്ത് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മറ്റൊരു അഡ്മിന് സുഖമായിട്ട് കൃത്യസമയത്തിന് പോസ്റ്റുകൾ ഇടാൻ പറ്റും. അപ്പം അത്തരത്തിൽ പേജുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നേരത്തെ പറഞ്ഞ ജസ്റ്റ് അത് സൂചിപ്പിക്കുന്നതാണ്. ഫസ്റ്റ് ഒന്ന് നമുക്ക് ക്രിയേറ്റിവിറ്റി വേണം. രണ്ടാമത്തെ എന്താണ്, ആ ക്രിയേറ്റിവിറ്റിയെ എക്സ്പോസ് ചെയ്യാൻ പറ്റും, എക്സ്പോഷർ കൊടുക്കും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പോഷർ കൊടുക്കാം? പണ്ടത്തെ വേദികൾ, പുതിയ വേദികൾ. അപ്പോൾ പുതിയ വേദി എന്ന് പറയുമ്പോൾ വിർച്വലായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേദികളാണ്. ആ വേദികളിലേക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ എക്സ്പോസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോം. ഈ വേദി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വേദി ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ എഴുത്തിൽ വലിയ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അയാൾ നന്നായിട്ട് പാട്ട് പാടുന്നവരായിരിക്കും. അതുപോലെ പാട്ട് പാടുന്ന ആൾ ചിലപ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത്തരക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് പരമാവധി പ്രചരിപ്പിക്കാനായിട്ട് വിവിധ കണ്ടന്റ് ടൈപ്പുകൾ നമ്മുടെ ഈ ഓരോ പ്ലാറ്റ്ഫോമും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ എല്ലാ ടൈപ്പ് ഓഫ് കണ്ടന്റുകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീച്ച്, അത് ഉപയോഗപ്പെടുത്തി ജസ്റ്റ് പോസ്റ്റ് ഇട്ട് പോവുകയല്ല, അവിടെ വെച്ചിട്ട് നമുക്ക് റീച്ച് കിട്ടുക എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ എന്തിനാണ് റീച്ച് കിട്ടുന്നത്? അതും ഞാൻ നേരത്തെ പറഞ്ഞതാണ്.
പരമാവധി ആൾക്കാരിലേക്ക് സാധനം എത്തിക്കാൻ. അതിനാണ് നമ്മൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് പറയുന്നത്. അല്ലാതെ ലൈക്കിന്റെ എണ്ണം എടുത്തിട്ട് എന്റെ പേജിൽ ഇത്ര ലൈക്ക് കിട്ടി എന്ന് പറയാനല്ല. യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവർ അതിൻ്റെ ഇടയിൽ പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയുന്നതിന്റെ പ്രധാന കാരണം അവർക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ റീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആശയം അത്രയും ആൾക്കാരിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു ടെക്നിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നിൽ പെയ്ഡായിട്ട് നിങ്ങൾക്ക് റീച്ച് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലി നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ നടത്തി നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് ആ നെറ്റ്വർക്ക് വഴി നമുക്കിത് കൃത്യമായിട്ട് റീച്ച് ജനറേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ഇത് സ്വാഭാവികമായി നമ്മൾ ഓരോ പോസ്റ്റ് ഇടുന്ന കാര്യമാണ്. ഇത് കൂടാതെ നമ്മുടെ പ്രവർത്തന മേഖലയെ എങ്ങനെ കൂടുതൽ നവമാധ്യമത്തിലൂടെ വ്യാപിപ്പിക്കും. അത് വ്യാപിപ്പിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നാടകം, പലയിടത്തും വേദികളിൽ അവതരിപ്പിക്കുന്ന നാടകം നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ അവതരിപ്പിക്കാം. അത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന് ഇപ്പോൾ മാസത്തിലൊരിക്കലോ എന്തെങ്കിലും ഒരു വിർച്വലായിട്ടുള്ള നാടകം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പ്രക്ഷേപണം ചെയ്യും. അങ്ങനെ ആകർഷിക്കാം. അതുപോലെ തന്നെ കവിസംഘം ഗൂഗിൾ മീറ്റ് വഴി കവിസംഘം ഒടുക്കി ഗൂഗിൾ മീറ്റിൽ നിന്ന് ആ ഒരു വീഡിയോയുടെ ഇന്റർഫേസ് ഡയറക്റ്റായിട്ട് നമുക്ക് ഫേസ്ബുക്കിലോ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ വിർച്വലായി റിയലായിട്ട് ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു പരിപാടിയെ നമുക്ക് വിർച്വലായി ലോകത്തിന്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും കാണാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് കാണിക്കാൻ പറ്റും. അതാണ് ഈ ക്യാമ്പയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ക്യാമ്പയിൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുക. പിന്നെ വരുന്നതാണ് ഈ സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നെറ്റ്വർക്ക് ബ്രേക്ക് ചെയ്യാതെ കീപ്പ് ചെയ്യുക. അതിനെ എത്രത്തോളം വിപുലപ്പെടുത്താമോ അത്രത്തോളം വിപുലപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ സ്കൂൾ തലത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആർട്സ് ക്ലബ്ബ് പോലുള്ള അവരുമായി ബന്ധപ്പെടുത്തി അവരെയും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് വിപുലീകരിക്കാം. നമ്മുടെ പ്രവർത്തന മേഖലയെ നമുക്ക് വിപുലീകരിക്കാൻ പറ്റും വിർച്വലായി. അപ്പോൾ അവരെ കൂടെ ഈ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുന്നത് വഴി അവരിലേക്ക് നമ്മുടെ ആശയങ്ങൾ എത്തും. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് അനന്തമായ സാധ്യതയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു സാധ്യത പരിമിതമാണ്. കാരണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങളോട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അജണ്ടകളോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ അത്തരം ഗ്രൂപ്പുകളിൽ വരും. അപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം ഏത് പാർട്ടിയായാലും. അപ്പോൾ അല്ലാത്ത ആൾക്കാരിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന മേഖലകളാണ് ഈ പുരോഗമന കലാസാഹിത്യമായാലും SFI ആയാലും DYFI ആയാലും KSU ആയാലും. അവർക്കെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു വലിയതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് റിയൽ സ്പേസിൽ തന്നെ. അപ്പോൾ ആ സ്പേസിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാൻ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി നമുക്ക് ഓരോ ഇത്രയും സോഷ്യൽ മീഡിയ ഇതല്ലാതെ ഒരുപാടുണ്ട്. എങ്കിലും ഇപ്പോൾ സജീവമായി ഇന്ത്യയിൽ സജീവമായി നിൽക്കുന്ന ഇത്രയും പ്ലാറ്റ്ഫോമുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിലുണ്ട്. ഒന്ന് ഫേസ്ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഈ ഫേസ്ബുക്കിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് കണ്ടന്റ് സപ്പോർട്ട് ചെയ്യും, ഗ്രൂപ്പ് കൊണ്ട് ആ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള കണ്ടന്റുകൾ വരുന്നുണ്ട്, വാരി വലിച്ചെഴുതുന്ന സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ യൂത്തിന് ഇതിനോടൊന്നും താല്പര്യമില്ല. അവരെന്ത് ചെയ്യും? ഈ പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിക്കാതെ അവർ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകും. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലുള്ള കൊച്ചുകുട്ടികളായാലും അവർ പറയുന്നതാണ്, ചേട്ടൻ്റെ രാഷ്ട്രീയം കാണാൻ നമുക്ക് താല്പര്യമില്ല, രാഷ്ട്രീയ പോസ്റ്റ് കാണാൻ താല്പര്യമില്ല, വാർത്ത കാണാൻ താല്പര്യമില്ല, നമുക്ക് കവിത അങ്ങനെയുള്ള ഗെയിംസ് ഇതൊക്കെ കാണാനാണ്, ക്രിക്കറ്റ് ഇതൊക്കെ കാണാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അവർക്ക് അത് കിട്ടുന്ന മേഖല ഏതാണോ അത് കിട്ടുന്ന മേഖല എന്ന് പറയുമ്പോൾ എന്താണ്? അത് കിട്ടുന്ന മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ കടന്നു ചെല്ലാത്ത മേഖല. അവർക്ക് ശുദ്ധവും സമാധാനമായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ലോകമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് അവർ വിശ്വസിച്ച് അവിടെയാണ് ഇപ്പോൾ അവർ കൂടുതലുള്ളത്. അപ്പോൾ ഒരു 25 വയസ്സ്, ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന സർവേയിലും പറയുന്നത് 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നേ ഇല്ല. അതിന് മുകളിലോട്ടുള്ള ആൾക്കാരാണ് ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. അതിന് താഴോട്ടുള്ളവർ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് വേണം. കാരണം എന്താണ്? 30 വയസ്സിന് മുകളിലുള്ളവർ ഏറ്റവും കൂടുതലുള്ളത് ഫേസ്ബുക്ക്. അപ്പോൾ അവരെയും നമുക്ക് അഡ്രസ് ചെയ്യും. അപ്പോൾ ഫേസ്ബുക്ക് നമുക്ക് ഒരു പ്രധാന പ്ലാറ്റ്ഫോമാണ്. രണ്ടാമതാണ് യൂത്ത് ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമും നമുക്ക് ഫേസ്ബുക്ക് പോലെ തന്നെയാണ്. ഫേസ്ബുക്കിലാണെങ്കിൽ എല്ലാ കണ്ടന്റിനും വേണ്ടിയിട്ട് ഈക്വൽ ആയിട്ടുള്ള പ്രാധാന്യം കൊടുക്കും. എല്ലാ കണ്ടന്റ് ടൈപ്പിനും ഈക്വൽ ആയിട്ടുള്ള പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ എഴുത്തായാലും പിക്ചർ ഇടാൻ പറ്റും, വീഡിയോ ഇടാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസിനും വീഡിയോസിനും അല്ലെങ്കിൽ ഷോർട്ട് റീൽസിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഫേസ്ബുക്കിനകത്തും റീലും സ്റ്റോറിയോ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നില്ല. നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ 4 മണിക്കൂർ മാത്രം കാണിച്ചു പോകുന്നതാണ്. റീൽ എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ആണ്. അതിങ്ങനെ പോർട്രേറ്റ് മോഡ്
ഫോണിങ്ങനെ കുത്തനെ പിടിക്കുമ്പോഴുള്ള മോഡിലുള്ളതാണ് പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസാണ് ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് എന്ന് പറയുന്നത്. അത് ഫേസ്ബുക്കിലുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റിന് വലിയ പ്രാധാന്യമില്ല, അത് എഴുത്തുകൾക്ക് വലിയ പ്രാധാന്യം, അവിടെ ഫോട്ടോയ്ക്കും വീഡിയോസിനുമാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് യൂത്ത് കൂടുതലും അതിലേക്ക് എത്തുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് കുറേ ഓപ്ഷൻസ് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് അവർക്ക് ചെയ്യാം. ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ അനിമേഷൻസും കുറേ ടെക്സ്റ്റ് സ്റ്റൈൽസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതുപോലെ ആഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കണമെങ്കിലോ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കണമെങ്കിലോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, എഫക്റ്റുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് യൂത്ത് അതിൽ കൂടുതൽ, ക്രിയേറ്റേഴ്സ് അതിൽ കൂടുതൽ ആകൃഷ്ടരാണ്. അപ്പോൾ അവർക്കിടയിലേക്ക് എത്തണമെങ്കിൽ നമ്മളും അതിന് സമാനമായിട്ടുള്ള നമ്മുടെ ആശയം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുമായി ആ മേഖലയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ടെക്സ്റ്റ് കണ്ടന്റ് മാത്രമായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു ഫോട്ടോ വേണം. ഫോട്ടോ ഇല്ലാതെ കണ്ടന്റ് ഫേസ്ബുക്കിലാണെങ്കിൽ എന്താണ്, ജസ്റ്റ് ഒരു കുറിപ്പടി ഇടാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു ഫോട്ടോയോ പോസ്റ്ററോ എന്തെങ്കിലും ഒരെണ്ണം വേണം. അതിന്റെ സബ്ബായിട്ട് നമുക്കൊരു ചെറിയ ക്യാപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഉറപ്പെടുത്താം. അതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള കണ്ടന്റുകൾ നമുക്ക് യൂത്തിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ നമുക്ക് എന്നിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 50% പേര് ഇവിടെ ഉള്ളവർ തന്നെ 50 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പം നിങ്ങൾ പറയുന്ന ഓരോ കാര്യം യൂത്തിൻ്റെ ഇടയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, യൂത്തിനെ ആകർഷിക്കുന്ന അവരുള്ള പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ സജീവമാവേണ്ടിയിരിക്കണം. അങ്ങനെ സജീവമാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടന്റുകൾ പരമാവധി ചുരുക്കേണ്ടി വരും, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റേണ്ടി വരും. ഇപ്പോൾ ഒരു കവിത ഒരാൾ എഴുതി, ആ കവിത ടെക്സ്റ്റായിട്ട് നമുക്ക് എഴുതി കിട്ടാം. ആ കവിതയെ തന്നെ വേണമെങ്കിൽ ചില മൊബൈലിൽ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന മൊബൈലിൽ എഡിറ്റിംഗ് ടൂൾസ് ഉണ്ട്. ആ ടൂൾസിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചറൊക്കെ കൊടുത്ത് അതിൻ്റെ പുറത്ത് നല്ല ആകർഷകമായിട്ടുള്ള ഫോണ്ടിലൊക്കെ എഴുതി അത് പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റാണ്. ഇനി അത് പാടി കേൾപ്പിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ പാടുന്നതിൻ്റെ കൂട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ എഴുതി പാടിയ ഒരു പാട്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണമെങ്കിൽ അതിനുള്ള സംവിധാനം ഇൻസ്റ്റാഗ്രാമിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കണ്ടന്റിനെ ആകർഷകമാക്കി അവർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്തുണ്ട്. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചാറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചാനൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിതമായി, ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് നമുക്കറിയാം, വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഒരു പരിധിക്കപ്പുറം ആൾക്കാർ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള ചാനലാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ചാനലിൻ്റെ ലിങ്ക് കൊടുത്താൽ ആ ചാനലിനകത്ത് ജോയിൻ ചെയ്തിട്ട് അതിനകത്തുള്ള കണ്ടൻസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയും നമുക്ക് ഒരു വിർച്വലായിട്ടുള്ള ഒരു ഇടം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിനകത്ത്. ആ ഇടത്തിലേക്ക് ഈ യൂത്തിനെ ആകർഷിക്കാൻ പറ്റിയാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മെയിൻ പ്രൊഫൈലിൽ ഇടുന്ന കണ്ടന്റുകൾ സ്വാഭാവികമായി അത് നല്ല രീതിയിൽ പ്രചരിപ്പിക്കപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിനെ നമുക്ക് സജീവമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. പിന്നെ വരുന്നതാണ് യൂട്യൂബ്. യൂട്യൂബ് ഏറ്റവും കൂടുതൽ കാണുന്നത് വീട്ടമ്മമാരാണ്. ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള വീട്ടമ്മമാരായാലും അല്ലെങ്കിൽ അവർ കുക്കറി ഷോ, ഇതെല്ലാം അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതുപോലെ ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുന്നു, പിന്നെ ചില കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കിടയിൽ നല്ല കർഷകരുണ്ട്. അപ്പോൾ ആ കർഷകരുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന കൃഷി ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ വഴി, അല്ലെങ്കിൽ നിങ്ങളുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തന്നെ ഒരു ഉപവിങ്ങായിട്ട് ഒരു യൂട്യൂബ് ചാനൽ, ആ യൂട്യൂബ് ചാനലിലൂടെ കൃഷിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഒരു ഞായറാഴ്ച ദിവസം വൈകുന്നേരം, കുക്കറിയുമായി ബന്ധപ്പെട്ട ശനിയാഴ്ച ദിവസം രാവിലെ, ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ അതിനകത്തൂടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇത് കാണാൻ വേണ്ടി ഫേസ്ബുക്കിനകത്ത് സെർച്ച് ചെയ്യുന്ന വീട്ടമ്മമാരിലേക്ക് എന്ത് ചെയ്യുന്നു, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ യൂട്യൂബ് ചാനൽ എത്തുക. അപ്പോൾ അവരത് സബ്സ്ക്രൈബ് ചെയ്യുന്നു. അവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിനകത്ത് വരുന്ന കണ്ടന്റുകളെല്ലാം അവരിലേക്ക് വരും. അപ്പോൾ യൂട്യൂബ് വഴിയും നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ആ മേഖലയിലൂടെ എത്താൻ പറ്റും. യൂട്യൂബിലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ മൊബൈലിലൂടെ ക്രിയേറ്റ് ചെയ്യാം, അല്ല അതിനുള്ള സ്റ്റുഡിയോ സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രൊഫഷണലായിട്ട് രീതിയിൽ എടുക്കാം. അതുപോലെ ഇപ്പോൾ നാട്ടുവാർത്ത, നേരത്തെ തൃശ്ശൂർ അവിടെ റൗണ്ടിൽ ഇരുന്നുകൊണ്ട് ഒരാൾ റെക്കോർഡ് ചെയ്ത് ഇടുന്നു, അപ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ കാര്യം. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് സ്വന്തമായിട്ട് യൂട്യൂബിനകത്ത് നമുക്കും ചെയ്യാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ സംഘത്തിന് വേണ്ടിയിട്ട് പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റും ആ മേഖലയിൽ. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അവിടെ ടൈമിംഗ് കൂടെയുണ്ട്. ഒരു പോസ്റ്റ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന സമയം, അതുപോലെ തന്നെ നേരത്തെ ലെന്തിൻ്റെ കാര്യം പറഞ്ഞു,
ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ പരമാവധി ഒരു 7 മിനിറ്റ്, നോർമൽ വീഡിയോ യൂട്യൂബ് വീഡിയോ ഒക്കെ ആണെങ്കിൽ 7 അല്ലെങ്കിൽ 10 മിനിറ്റ്, അതിനപ്പുറമുള്ള വലിയ വീഡിയോസ് ഒന്നും ആരും കണ്ടില്ല. അല്ലെങ്കിൽ അത്രത്തോളം ആകർഷിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് ആയിരിക്കും. നോർമൽ കേസിൽ 5 മിനിറ്റ് മുതൽ ഒരു 7 മിനിറ്റ് വരെ, അല്ലെങ്കിൽ 3 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെയുള്ള ലെന്തിലുള്ള വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്. അതുപോലെ ഇത് കാണുന്നത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ടൈം, ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ഇടും, രാത്രി 12 മണിക്ക് കയറി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റീച്ച് കുറവായിരിക്കും. അതായത് വൈകിട്ട് ഒരു 5 മണി മുതൽ ഒരു 8 മണി വരെയുള്ള ടൈം, അതുപോലെ തന്നെ രാവിലെ ഒരു 8 മണി മുതൽ 10 മണി വരെയുള്ള ടൈം, ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൻ്റെ ആ സമയത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ആൾക്കാരിക്കും. കാരണം പറഞ്ഞാൽ അത്രത്തോളം യൂസേഴ്സ് ആ സമയത്ത് കൂടുതലായിരിക്കും. പ്ലാറ്റ്ഫോമിൽ യൂസേഴ്സ് കൂടുതലായിരിക്കുമ്പോൾ സ്വാഭാവികമായ അൽഗോരിതം കൂടുതൽ ആൾക്കാരിലേക്ക് ഈ സാധനം കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ കാണിച്ച ആൾക്കാർ അവർ ഓഫീസിലായതുകൊണ്ട് നോക്കാൻ സമയമില്ല, അവർ നോക്കാതെ പോകും. അപ്പോഴേക്കും റീച്ച് കുറയും. അപ്പോൾ ഇങ്ങനെ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഇതുകൊണ്ട് അത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും എല്ലാം ടൈം ഒരു വലിയ ഘടകമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വീഡിയോയുടെ കാര്യം, അപ്പോൾ അതൊരു വലിയ ഘടകമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമിലെ നല്ലൊരു ഇടപെടൽ ഈ ഓരോ പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് നടത്താൻ പറ്റും. പിന്നെ വരുന്നതാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ള ടെക്സ്റ്റ് കണ്ടന്റിന് പ്രാമുഖ്യം കൊടുക്കുന്നത്. വലിയ ലെങ്തി ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റില്ല. ഷോർട്ടായിട്ടുള്ള ടെക്സ്റ്റ് കണ്ടന്റിന് നമുക്ക് അതിനകത്ത് കൊടുക്കും. ഇപ്പോൾ എന്താണ് നാഷണൽ ലെവലിലായാലും ഇന്റർനാഷണൽ ലെവലിലായാലും ഉള്ള ഇത് എമിനന്റ് പേഴ്സൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്വിറ്ററാണ് ഏറ്റവും കൂടുതൽ. അല്ല ഇപ്പോഴത്തെ എക്സ് എന്നാണ് അതിൻ്റെ പേര്. എക്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് കൊടുക്കാം, ചെറിയ വീഡിയോസ് കൊടുക്കാം, അതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഉപയോഗമുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരിലേക്കും നമ്മുടെ കണ്ടന്റുകൾ എത്തണമെങ്കിൽ അവർ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഉപയോഗിക്കാത്തവരായിരിക്കും. എക്സ് മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലേക്ക് കണ്ടന്റ് എത്തണമെങ്കിൽ നമ്മൾ ആ ഒരു മേഖലയിൽ നമ്മുടേതായിട്ടുള്ള പ്രവർത്തനം സജീവമാക്കി നമ്മൾ അതിൽ മുന്നോട്ട് പോകേണ്ടി വരും. അതുപോലെ ഇൻസ്റ്റാഗ്രാം പോലെ അല്ല, ട്വിറ്റർ പോലെ തന്നെ ട്വിറ്റർ എന്ന് പറയുന്നത് നേരത്തെ ഒരു വ്യക്തിയിലായിരുന്നു, അത് മാറിയപ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി വാങ്ങുകയും അതിനുശേഷമാണ് എക്സ് എന്ന പേരിലേക്ക് മാറ്റിയത്. അപ്പം ഈ എക്സ് എന്ന് പറയുന്ന ട്വിറ്ററിന് പകരമായി മെറ്റ എന്ന് പറയുന്നതാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഇതിൻ്റെ എല്ലാം ഓണർഷിപ്പ് എന്ന് പറയുന്നത് മെറ്റ എന്ന് പറയുന്ന മാർക്ക് സുക്കർബർഗിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റയുടെ കീഴിൽ ട്വിറ്ററിന് ഒരു ആൾട്ടർനേറ്റീവായി അവരിറക്കിയ സാധനമാണ് ഈ ത്രെഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജോയിൻ ത്രെഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യണം, ചിലർ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അത് ഈ ട്വിറ്ററിന് സമാനമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ മെറ്റ ഇറക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ മെറ്റ ഇറക്കിയ ഈ ആപ്ലിക്കേഷൻ വലിയ പ്രചാരം നേടിയില്ല. ട്വിറ്റർ ഒരു കുറേ കൂട്ടം പിരിച്ചുവിടലും അങ്ങനെയൊക്കെയുള്ള സംഭവം നടന്ന സമയത്താണ് ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്നത്. എങ്കിലും അതിന് വലിയൊരു പ്രചാരം വന്നിട്ടില്ല. എങ്കിലും നമ്മുടെ കേരളത്തിലായാലും ഒരു നിശ്ചിത എമൗണ്ട് ആൾക്കാർ ത്രെഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ മേഖലയിലേക്കും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതലായി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ത്രെഡ് എന്ന് പറയുന്നത്. അവിടെ ട്വിറ്ററിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ത്രെഡിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിപ്പോൾ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ളവരാവാം, നെറ്റ്വർക്കിംഗ് ഫീൽഡിലുള്ളവരാവാം, ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ളവരാവാം, ബിസിനസ്സുകാരാവാം, പൊളിറ്റീഷ്യൻസ് ആവാം, അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഓണേഴ്സ് ആവാം, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളാവാം. അവരുടെ എല്ലാം കരിയർ ഡീറ്റെയിൽസ് എക്സ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ലിങ്ക്ഡിൻ തുടങ്ങിയത്. അപ്പോൾ ആ ലിങ്ക്ഡിനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവരെ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സാധാരണ ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർ അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമ്മുടേതായിട്ടുള്ള കമ്പനി അവരുടെ ഇതിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലെ പ്രൊഫൈലും പേജും എന്ന് പറയുന്നത് പോലെ ലിങ്ക്ഡിൻ അക്കൗണ്ടും ലിങ്ക്ഡിൻ പേജും ഉണ്ട്. ഇപ്പോൾ ലിങ്ക്ഡിൻ പേജ് അവരുടെ കമ്പനിയുടെ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് പുരോഗമന കലാസാഹിത്യത്തിൻ്റെ ഒരു ലിങ്ക്ഡിൻ പേജ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഫോളോവേഴ്സിനെ കിട്ടും. അവിടെ ഇതുപോലെ ചാറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അവിടെ ഇതുപോലെ ഗ്രൂപ്പ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുവിധപ്പെട്ട പ്രൊഫഷണൽസ് എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള എഞ്ചിനീയേഴ്സോ ഡോക്ടേഴ്സോ അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിനിൽ ജസ്റ്റ് അവരുടെ പേര് തെളിച്ചു. മിക്കവാറും ഉള്ള എല്ലാവരും ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം വേറെ ചിലപ്പോൾ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കാണില്ല. അപ്പോൾ അവരിലേക്ക് നമ്മുടെ സാധനം എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കും. പിന്നെ വരുന്നതാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അത് ആഡിയോ ബേസ് പോഡ്കാസ്റ്റ് പോലെ പോഡ്കാസ്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നു, അത് കേൾക്കുന്നു എന്നുള്ളതല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡിയോ ആയിട്ട് തന്നെ റിപ്ലൈ കൊടുക്കും. അതായത് നമ്മളിപ്പോൾ ടെക്സ്റ്റ്
ടെക്സ്റ്റ് കണ്ടന്റ് അല്ലെങ്കിൽ ഇമേജ് കണ്ടന്റ് ഷെയർ ചെയ്യാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചാനലും ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് വോയിസ് ആയിട്ട് അതിനകത്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല, ചാറ്റ് എന്ന് പറയുന്ന പരിപാടിയില്ല. അതിനകത്ത് വോയിസ് ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ അതിനൊരു കൂട്ടം ക്രിയേറ്റ്, ഇപ്പോൾ കവിത, അല്ലെങ്കിൽ കവികളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഗ്രൂപ്പിനകത്ത് കേരളം മൊത്തത്തിൽ ആ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കേരളം മൊത്തത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കവികളെ നമുക്ക് ആ ഗ്രൂപ്പിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അവരുടേതായിട്ടുള്ള കവിതകൾ അവിടെ പാടാനോ അവിടെ അവതരിപ്പിക്കാനോ ആയിട്ടുള്ള ഒരു സമയവും തീയതിയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതുവഴി അതിനകത്തുള്ള ബാക്കിയുള്ള എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റും, അവർക്ക് അഭിപ്രായം പറയാൻ പറ്റും. അങ്ങനെ ആഡിയോയെ ബേസ് ചെയ്തിട്ട് ആഡിയോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലും നമുക്ക് സജീവമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് പുരോഗമന കലാസാഹിത്യ സംഘം വഴി ഏറ്റവും കൂടുതൽ ആൾക്കാരാകും. ഇപ്പോൾ ക്ലബ് ഹൗസിനകത്ത് കഴിഞ്ഞാൽ അറിയാം, അവരെ ഒന്നും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണാത്ത ആൾക്കാരാണ് ക്ലബ് ഹൗസിൽ കൂടുതലുള്ളത്. ഇത് മറ്റു പ്ലാറ്റ്ഫോം ഉള്ളവരുണ്ട്, പക്ഷെ കൂടുതലും അതിനകത്തുള്ള ആൾക്കാരുടെ പ്രൊഫൈൽസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഒന്നുമില്ല. പക്ഷെ അവർ ക്ലബ് ഹൗസിൽ സജീവമാണ്. അവർക്ക് റിയൽ ടൈമിൽ വോയിസ് ആയിട്ട് മെസ്സേജ് ഇടുക, വോയിസ് ആയിട്ട് സംവദിക്കുക, വോയിസ് ആയിട്ട് ഉള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക, അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വേദി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ഉച്ചയായി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ വരുന്നത് സ്നാപ്ചാറ്റ്. സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത് 20 വയസ്സിന് താഴെ അല്ലെങ്കിൽ 22 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികളെന്ന് വിളിക്കാൻ പറ്റില്ല, മുതിർന്നവരാണെങ്കിലും കുട്ടികൾ ആ പ്രായത്തിലുള്ള ടീനേജേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വലുതായിട്ടൊന്നും ഇടപെടാൻ പറ്റില്ല, കാരണം അതിനകത്തുള്ള മെസ്സേജുകളെല്ലാം 24 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി, കണ്ടു കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി. പക്ഷെ അതിനകത്തും ഈ പറഞ്ഞതുപോലെ സ്റ്റോറീസ് കൊടുക്കാൻ പറ്റും, റീൽസ് കൊടുക്കാൻ പറ്റും, ആ റീൽസിനകത്ത് കുറെ എഫക്റ്റുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള തീരെ പ്രായത്തിൽ 22 വയസ്സിന് താഴേക്കുള്ള പിള്ളേരുമായിട്ട് നമുക്ക് എന്തെങ്കിലും ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ പ്ലാറ്റ്ഫോമുകൾ വഴിയേ നമുക്ക് അതിനകത്ത് പോകും. അപ്പോൾ പണ്ട് കുട്ടിപ്പട്ടാളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമൊക്കെ സൂര്യയിലോ ഏതോ ഒരു ചാനലുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊരു പ്രോഗ്രാം വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് കിഡ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സെപ്പറേറ്റ് സെക്ഷൻ വഴി അവിടേക്ക് നമുക്ക് കണ്ടന്റുകൾ പരമാവധി ആ പ്രായപരിധിയിലുള്ള ആൾക്കാരിലേക്ക് കൊടുക്കും. ഇതിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ രാഷ്ട്രീയമായാലും ഈ സാംസ്കാരിക പ്രവർത്തനമായാലും കുട്ടികളെ ആകർഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. ക്യാഷ് ദം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കണം. പക്ഷെ ക്യാഷ് ദം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് വളരെ കാര്യമുണ്ട്. ചെറുതിലെ അവരെ കലാപരമായോ ഏത് കാര്യത്തിലായാലും പ്രസംഗമായാലും അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അത് സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവരെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിലുള്ള ഇടപെടലിന് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്ലാറ്റ്ഫോം, ഇത് ഈ പറഞ്ഞതാണ് പ്രമുഖമായിട്ട് ഇന്ത്യയിൽ ഒരുവിധം ആൾക്കാർ, കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ വേറെ റീജിയൻ ബേസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകളും ഇപ്പം USA അല്ലെങ്കിൽ ദുബായിലായാലും അവർക്കൊക്കെ ലോക്കലായിട്ടുള്ള ഇതേപോലുള്ള ചാനലുകളും ഇതേപോലുള്ള പ്ലാറ്റ്ഫോമുകളും ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. അവരും അതിൽ സജീവമുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുന്നിടത്തോളം നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകളാണിത്. ഇതല്ലാതെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുമൊക്കെ നമുക്ക് നമ്മുടെ കണ്ടൻസ് ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നോ എത്രയും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ കണ്ടന്റുകൾ ഏറ്റവും താഴേക്ക് എത്തിക്കാനും പറ്റും. അതുവഴി നമ്മുടെ ആശയപ്രചരണം എല്ലാ കാര്യങ്ങളും നമുക്ക് അതുവഴി ചെയ്യാം. പക്ഷേ ഇതിനെല്ലാം വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്. നമ്മൾ പ്ലാനിങ് ഇല്ലാതെ വെറുതെ ഒരു കണ്ടന്റ്, ഇപ്പോൾ ഒരു നേരത്തെ വീട്ടമ്മമാരുടെ ചാനലിനെ പറ്റിയൊരു എക്സാമ്പിൾ പറഞ്ഞു. ആദ്യത്തെ ഒരു ദിവസം നമ്മൾ പറഞ്ഞ സമയത്തിന് വീഡിയോ കിട്ടും. രണ്ടാമത്തെ ഞായറാഴ്ച ആയപ്പോൾ പറഞ്ഞ സമയത്തിന് വീഡിയോ കിട്ടിയില്ല, അവരവിടെ വന്നില്ല എന്ന് വിചാരിച്ച് പറയും. മൂന്നാമത്തെ ആഴ്ചയും കണ്ടില്ല, നാലാമത്തെ ആഴ്ചയും കണ്ടില്ല. എന്ത് ചെയ്യും? സ്വാഭാവികം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അൺസബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ ചാനലാണ് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ അൺസബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ കണ്ടന്റുകൾ, അവർ ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ റെഗുലറായി കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. അത് നമ്മുടെ ഈ നെറ്റ്വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു വലിയ പ്രധാന ഘടകമാണ്. ആ സ്റ്റെബിലിറ്റി കണ്ടിന്യൂറ്റി ഉണ്ടാവണം, ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. ഈ ഒരു വിർച്വൽ മേഖലയിലേക്ക് നമ്മുടെ കണ്ടന്റുകളെ കൺവെർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. ഇതിനെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആശയം വേണമെങ്കിലും ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ കണ്ടന്റിൽ തന്നെ
നെഗറ്റീവായും പോസിറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നെഗറ്റീവ് പോസിറ്റീവ് പബ്ലിസിറ്റി ന്യൂസ് ചാനലൊക്കെ നിങ്ങൾ കാണാറുണ്ട്. ഓൺലൈനായിട്ടുള്ള ഒരുപാട് ന്യൂസ് ഫേസ്ബുക്ക് പേജുകളായാലും യൂട്യൂബ് ആയാലും നിങ്ങൾ കാണാറുണ്ട്. അതിൻ്റെ തംബ്നെയിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കാർഡ് പോലെ ഒരു സാധനം കാണിക്കുമല്ലോ. ആ കാർഡിൽ ഒരിടത്തും തൊടാതെ എഴുതും, ഇവർ ചെയ്തത് കണ്ടോ, മുഖ്യമന്ത്രി ചെയ്തത് കണ്ടോ, അല്ലെങ്കിൽ ഇന്ന സിനിമാ നടൻ ഇങ്ങനെ പറഞ്ഞത് ശരിയോ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അത് പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. പക്ഷെ അതിനുള്ളിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. അത് നമ്മളിൽ ഒരു ആകാംക്ഷ ജനിപ്പിക്കുകയാണ്, എന്താണ് അതിനകത്തുള്ളതെന്ന് അറിയാൻ. ആ ഒരു ആകാംക്ഷ ജനിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മളതിൽ സിനിമ മേലെ എടുത്തു കഴിഞ്ഞാൽ പണ്ടാണെങ്കിൽ എന്താ, തിയേറ്ററിൽ സിനിമ വരും, അതിന് മുമ്പിൽ ചുമരിലൊരു പണ്ട് ചുമരെഴുത്തായിരുന്നു, പിന്നെ അത് പോസ്റ്ററായി. പോസ്റ്ററിലൊക്കെ വരുമ്പോൾ എഴുത്തിനൊക്കെ കൂടുതൽ ആകർഷണം പോസ്റ്ററിൽ കിട്ടുമെന്നുള്ളത് പോസ്റ്ററായി. ഇപ്പോഴെന്താ, ട്രെയിലേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പം നെറ്റ്ഫ്ലിക്സ് ആയാലും എന്താണ് ആമസോൺ പ്രൈം ആയാലും അതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു വീഡിയോ സിനിമ അതിനകത്ത് കാണും. ആ സിനിമയുടെ ഡെസ്ക്രിപ്ഷൻ, ചെറിയൊരു ഡെസ്ക്രിപ്ഷൻ കാണും. അപ്പോൾ ആ ഡെസ്ക്രിപ്ഷൻ വായിച്ചിട്ട് അത് കണ്ടാൽ കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ അതിനകത്ത് ആരൊക്കെയാണ് അതിൽ അഭിനയിക്കുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കാണും. അപ്പോൾ ആ ഏതെങ്കിലും ഒരു സിനിമ നടന്ന സിനിമ ഏറ്റവും കൂടുതൽ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉടനെ അയാൾ അത് കാണും. അതുപോലെ ഒരു പോസ്റ്റർ ഉണ്ടാവും, ഇമേജ് നോക്കിയിട്ട് കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് പോകുന്നതാണ്. അതുപോലെ തന്നെ ഒരു ട്രെയിലറും ഉണ്ടാവും. സിനിമ ജസ്റ്റ് ഓടിച്ച് കാണിക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ക്ലിപ്പിങ്സുകൾ എടുത്തിട്ടുള്ള ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ ഉള്ള ഒരു ട്രെയിലറായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണ്, നമ്മളിൽ ആകാംക്ഷ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആകാംക്ഷ ജനിപ്പിക്കുന്നത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മെത്തേഡ്. ഈ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോഴുള്ള നമ്മുടെ മാധ്യമങ്ങളായാലും ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള വാർത്തകൾ പോലും നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ക്യാപ്ഷനും തമ്മിലും കണ്ടന്റും എല്ലാം കൊടുത്ത് നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്തത് കാണിക്കുന്നു. അങ്ങനെ നിരന്തരം കാണുന്ന ഒരാൾ സ്വാഭാവികമായി അതിലേക്ക് വിശ്വസിക്കുന്നത്. കുറച്ചെങ്കിലും അത് ശരിയുണ്ടെന്ന് വിശ്വസിക്കും. പിന്നെ അവർ ചുറ്റുപാട് കാണുന്നതും ആയിട്ട് അപ്ലൈസ് ചെയ്യും. മറ്റ് ചാനലുകളിൽ കാണുന്നത് ഇപ്പോൾ എല്ലായിടത്തും മുഖ്യമന്ത്രി ചിരിക്കുന്നില്ല. മാതൃഭൂമി ചാനൽ നോക്കി മുഖ്യമന്ത്രി ചിരിക്കുന്ന ഫോട്ടോ ഇല്ല. മനോരമ നോക്കി മുഖ്യമന്ത്രി ചിരിക്കുന്നതൊന്നും കാണുന്നില്ല. അതിൻ്റെ കൂടെ ഇവർ മുഖ്യമന്ത്രി ഒരിക്കലും ചിരിക്കില്ല, മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യം എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷനുകൾ വെച്ചത് അവരുടെ ഓൺലൈൻ വീഡിയോ കാണാം. ഇതെല്ലാം കൂടെ കാണുമ്പോൾ സ്വാഭാവികമായി കുറേ കാലം കാണുമ്പോഴേക്കും ആൾക്കാർ തന്നെ അവരുടെ മൈൻഡ് അതിനെ വിശ്വസിക്കും. മുഖ്യമന്ത്രിയുടെ പൊതു സ്വഭാവം അങ്ങനെയാണ്, മുഖ്യമന്ത്രി ചിരിക്കാൻ ധാർഷ്ട്യപ്പെടുന്ന എന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത്. നമുക്കതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു മേഖല, അത് അവർ പ്രചരിപ്പിക്കുന്ന അതിനെ മറികടക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മൾ നടത്താൻ തയ്യാറായാൽ അവരുടെ എല്ലാ കാര്യങ്ങളും പൊളിക്കാൻ പറ്റും. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. സാംസ്കാരികമായിട്ടുള്ളതായാലും രാഷ്ട്രീയമായിട്ടുള്ളതായാലും ഏത് തരത്തിലുള്ള കണ്ടന്റ് ആയാലും അത് കൃത്യമായി അവരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. നമ്മളിലേക്ക് കൂടുതൽ അവരെ ആകർഷകരാകും. അപ്പോൾ ഇതാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നമുക്ക് എങ്ങനെ ഈ ഒരു മേഖലയെ നമുക്ക് ഉപയോഗിക്കും. നമ്മൾ നിലവിൽ ചെയ്യുന്നത് ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു പരിപാടി വരും, ഇവിടുത്തെ പരിപാടിയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ പുരോഗമന കലാസാഹിത്യത്തിൻ്റെ പേജിൽ കയറുന്നു. അതിൻ്റെ അഡ്മിൻ എന്ത് ചെയ്യുന്നു, ഇന്നിങ്ങനെ ഇവിടെ ഒരു കൺവെൻഷൻ നടത്തി, ഇന്ന ആൾക്കാർ പങ്കെടുത്തു, അവിടെ എടുത്തു, തീർന്നു. അടുത്തതേപോലെ വേറെ എവിടെയെങ്കിലും പരിപാടി നടത്തി. യഥാർത്ഥത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഈ സോഷ്യൽ മീഡിയ പേജസ് വഴി പ്രചരിപ്പിക്കേണ്ടത് കലയാണ്. കലയിലൂടെ ആശയം പ്രചരിപ്പിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർ ഫേസ്ബുക്ക് നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ പേജിലേക്ക് കയറും. അല്ലാതെ ഇവിടെ ഇത് കൺവെൻഷൻ നടന്ന ഫോട്ടോ കാണാനായിട്ട് ആരും കയറില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ കയറും. അല്ലാതെ പൊതുജനങ്ങളായിട്ടുള്ള ആൾക്കാർ ആരും ഇവിടെ കയറും. ഇപ്പോൾ ഗുരുവക്കാട്ട സാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, സാറ് ഉള്ള ഫോട്ടോ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പേജിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെത്ര റീച്ച് ചെയ്യും? കുറവായി. നേരെ മറിച്ച് സാറിൻ്റെ ഒരു പാട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ, അത് ഞാനിട്ടാലും നിങ്ങളിട്ടാലും ആരെങ്കിലും ഇട്ടാലും ശരിയല്ല, പുതിയ സാറിൻ്റെ ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് കൂടുതൽ റീച്ച്. ഈ ഫോട്ടോയിൽ വരുന്ന റീച്ചിനേക്കാൾ കൂടുതൽ റീച്ചായിരിക്കും. അപ്പോൾ അവിടെ വ്യക്തിയുടെ ഫോട്ടോയോ അങ്ങനെയുള്ള കാര്യമല്ല, നമ്മുടെ ആ ഒരു പ്രവർത്തന മേഖലയിലുള്ള മികവാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. ആ മികവാണ് അവരാവശ്യപ്പെടുന്നത്, ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ മികവ് ഈ ഒരു മേഖലയിലൂടെ നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റണം. മികവ് പ്രചരിപ്പിക്കുന്നതോടൊപ്പം ആ മികവിനുള്ളിൽ നമ്മുടെ ആശയങ്ങൾ ഉണ്ടാകും. അവരിൽ എന്ത് മാറ്റമാണ്, എന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്
നമ്മുടെ ആശയത്തിലൂടെ അവരിലേക്ക് എത്തിക്കേണ്ടത്. ആ ഒരു ബോധം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക. അബ്ദുൽ സാർ ഒരു പാട്ട് പാടും, ആ പാട്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുകയല്ല, സാറ് പാടിയ ആ പാട്ടിനകത്ത വരികളിൽ ഉൾക്കൊള്ളുന്ന ആശയം, അതാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ജനങ്ങളിലേക്ക് കൂടുതൽ എത്തും. അത് അവരെ സ്വാധീനിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും. ഇപ്പോൾ കൊച്ചുകുട്ടികളായാലും നേരത്തെ പറഞ്ഞതുപോലുള്ള ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യും, അവർക്ക് ഇതിനകത്തുള്ള കണ്ടൻസുകളും അതിനകത്ത് കാണാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു മേഖലയെ സജീവമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓരോരോ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനകത്തുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഞാനത് കൂടുതൽ ഓരോ സ്ലൈഡുകൾ ചുരുക്കാനായിട്ട് പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇത്രയും ടൈപ്പ് ഓഫ് കണ്ടന്റാണ് ഫേസ്ബുക്കിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞത് റീച്ച് ഓർഗാനിക് എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായി ഉണ്ടാക്കിയെടുക്കുന്ന റീച്ചാണ്. മറ്റേതെന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ടുള്ള റീച്ചാണ്. അപ്പോൾ പെയ്ഡ് ആയിട്ടുള്ള റീച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഫേസ്ബുക്കിനകത്ത് സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ വരും. ഇവിടെ തന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായമൊക്കെ വന്നപ്പോൾ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഞാൻ വിചാരിക്കണം, ഇന്ന് രാവിലെ ഒരാളോട് പറയാം, എൻ്റെ സുഹൃത്തിനോട് പറയട്ടെ, മഴയാണ്, കുടയില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ആമസോണിലോ എവിടെയെങ്കിലും ഫ്ലിപ്കാർട്ടിലോ ഗൂഗിളിലോ എവിടെയെങ്കിലും പോയിട്ട് നല്ല കുട ഏതാണെന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ചുള്ള ഫേസ്ബുക്കിൽ വരുമ്പോൾ എൻ്റെ വാളിനകത്ത് കാണുന്നത് ഏറ്റവും കൂടുതൽ കുടകളുടെ പരസ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം തമ്മിലൊരു ലിങ്ക് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അതാണ് നേരത്തെ എന്താണ് വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉന്നയിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞല്ലോ. പക്ഷെ അത് ഉന്നയിക്കുന്നതിന് ഉള്ള ഒരു വേദിയല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. കാരണം നമ്മളറിയാതെ തന്നെ നമ്മൾ പറയുന്ന ഓരോ കാര്യവും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓരോ പ്രവൃത്തിയും ചില ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല, കമ്പ്യൂട്ടർ ജനറേറ്റഡ് പ്രോഗ്രാംസ് വിലയിരുത്തുന്നത്. അവർ വിലയിരുത്തുന്നത് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ അവർക്കതിനെ വച്ച് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ ബിസിനസ് കൂട്ടാം, ഇതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കുടവിടെ കാണും. സ്വാഭാവികമായിട്ട് കടയിൽ കുടവാങ്ങിയിരിക്കുന്നവൻ അത് കയ്യിൽ ക്ലിക്ക് ചെയ്യും, അത് നേരെ ഫ്ലിപ്കാർട്ടിൽ പോകും, അവിടുന്ന് ഓർഡർ കൊടുക്കുന്നു, സാധനം വീട്ടിലെത്തും. അവരുടെ ഉദ്ദേശം ഇത് എല്ലാ മേഖലയിലും നിങ്ങൾ കാറിനെ പറ്റി സെർച്ച് ചെയ്ത് നോക്കും. കാറിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് 2 ദിവസം തുടർച്ചയായിട്ട് 3-4 പ്രാവശ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത് തിരിച്ച് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വന്ന് നോക്കുമ്പോൾ സ്പോൺസേർഡ് ഒരു പേരും കാണും. നമ്മുടെ ആളുകളുടെ ഇടയിൽ കാറിൻ്റെ പരസ്യങ്ങളാണ്. ഇൻസ്റ്റാൾമെന്റ് 2 ലക്ഷം രൂപയോടും ഇത്ര EMI കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങൾ. അപ്പോൾ അത് മൊത്തത്തിൽ അവരുടെ കയ്യിൽ അവർ നിരീക്ഷിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റുകൾ, നമ്മൾ ഇടുന്ന കണ്ടന്റുകൾക്കനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ കണ്ടന്റുകൾ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള CPM കാരൻ, അയാൾ ചിലപ്പോൾ CPM കാരുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് മാത്രം, CPM കാരായിട്ടുള്ളവരെ മാത്രമേ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ ആ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് പോലും ചിലപ്പോൾ കോൺഗ്രസ്സുകാരുടെയും BJP-കാരുടെയും പോസ്റ്റുകൾ വരുന്നു. കാരണം എന്താണ്? രണ്ടുപേരും കോമൺലി പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് ആണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ രണ്ടുപേരും ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഇയാള് CPM-ന്റെ പോസ്റ്റുകളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കക്ഷിയാണെങ്കിൽ, അല്ലെങ്കിൽ CPI-യുടെ പോസ്റ്റുകളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കക്ഷിയാണെങ്കിലും അത് പൊളിറ്റിക്സ് ആണ്. BJP-യുടെ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അവിടുത്തെ കണ്ടന്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവം, പൊതുവായിട്ടുള്ള രാഷ്ട്രീയം, പൊതുവായിട്ടുള്ള സംസ്കാരം, പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസം, ഇതിനെല്ലാം ഗ്രാബ് ചെയ്യുന്നു, അൽഗോരിതം ഗ്രാബ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് എന്തൊക്കെ സബ്ജക്റ്റിലാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ് ഇതാണ് അയാളുടെ ഹൈലൈറ്റഡ്, അയാൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇതാണ് അയാളുടെ ആവശ്യം ഉള്ള സാധനം എന്നുള്ളത് ഈ അൽഗോരിതം മനസ്സിലാക്കും. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റുകൾ കൂടുതൽ അവരുടെ വാളിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പം ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നതിന് അവർ ചെയ്യുന്നത് എന്താണ്? സ്പോൺസർ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് ഈ ആടുകൾ ഈ വാളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ സ്വാഭാവികമായി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പൈസ കൊടുക്കാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ പറഞ്ഞതാണ് നമ്മൾ ഇത്രയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഇത്രയും ചാനലുകൾ ഉണ്ടാക്കുകയും ഡൈവേഴ്സ് ആയിട്ടുള്ള പരിപാടികൾ അതിനകത്ത് എന്താണ് പ്രക്ഷേപണം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മുൻകാലത്തുള്ള
എന്താണ് പരമ്പരാഗതമായിട്ടുള്ള ഇടങ്ങളുണ്ടല്ലോ, ആ ഇടങ്ങളെക്കാൾ ശക്തമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് നമ്മൾ വളരെ ഗുണപരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മേഖല നല്ല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പുരോഗമന കലാസാഹിത്യ സംഘവുമായി ബന്ധപ്പെടുത്തി ഇത്രയും പ്ലാറ്റ്ഫോമുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ആ ഉപയോഗപ്പെടുത്തുന്നതിന് നമുക്ക് ഓടിച്ചാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താണ് ഒരു ഹോംവർക്ക് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ കൂട്ടമായിട്ട് ഇരുന്ന് ചെയ്യേണ്ടി വരും. കണ്ടന്റ് ജനറേഷൻ വരുമ്പോൾ അതിന് ഒരുപാട് മൊബൈലിലിട്ടുള്ളൂ. പണ്ടാണെങ്കിൽ ഫോട്ടോ ഒരു പോസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രാഫിക് ഡിസൈൻ സെന്ററിൽ പോകും. അവിടെ പോയിട്ട് അവരൊക്കെ ഡിസൈൻ ചെയ്യിച്ചാൽ ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ നമുക്ക് ചെയ്യാം. ഫ്രീ മൊബൈൽ ആപ്പുകളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സ്വയമേ പഠിക്കാൻ പറ്റും, യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ നിർമ്മാണ മേഖലകളിലൂടെ പോകുമ്പോൾ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ വാട്സാപ്പ് 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് പൊതുവായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവമാണ്. ഈ നെറ്റ്വർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഫേസ്ബുക്കിനകത്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് ഇതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സാപ്പ് എന്ന് പറയുന്നത്. വാട്സാപ്പിന് സമാനമായി ടെലഗ്രാം എന്നും എന്താണ് സിഗ്നൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൊണ്ടുപോകും ചാറ്റിനുള്ള പ്രാമുഖ്യം കൊടുക്കുന്ന ആപ്പുകളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്നതാണ് ഈ വാട്സാപ്പ് എന്ന് പറയുന്നത്. അപ്പം വാട്സാപ്പിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വാട്സാപ്പിനകത്ത് നമുക്ക് കൊണ്ടുപോകും മെസ്സേജ് അയക്കാൻ പറ്റും. മെസ്സേജ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് അയക്കാൻ പറ്റും, ഇമേജസ് നമുക്ക് കൊടുക്കാൻ പറ്റും, വീഡിയോസ് അയക്കാൻ പറ്റും, സ്റ്റാറ്റസ് ആയിട്ട് സ്റ്റാറ്റസ് ഞാൻ നേരത്തെ പറഞ്ഞു 24 മണിക്കൂർ മാത്രം കാണിക്കുന്ന രീതി. ഇതൊക്കെ ആയിരുന്നു ആദ്യത്തെ വാട്സാപ്പ്. പിന്നെ എന്ത് ചെയ്തു? അതിനകത്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഫോൺ കോൺടാക്റ്റിനകത്ത് കിടക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് നമുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്ക് വാട്സാപ്പിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് 256 പേരെ മാത്രമേ ആദ്യം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ 512 ആക്കി. ഇപ്പോൾ അത് 1024 പേരെ വരെ നമുക്ക് ഒരു ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യാം. പക്ഷെ നമ്മളെ പോലെ ഒരു സംഘടനയാകുമ്പോൾ ചിലപ്പോൾ 1024 പേര് പോരാതെ വരും. അതിൽ കൂടുതൽ ആൾക്കാർ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഇപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം വരും. ഫേസ്ബുക്കിനകത്ത് വാട്സാപ്പിനകത്ത് കമ്മ്യൂണിറ്റീസ് എന്ന് പറയും. കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് 50 ഗ്രൂപ്പ് വരെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നേരത്തെ എന്താണ് നമുക്കൊരു 5000 പേർക്ക് 5 പേർ 5ആയിട്ട് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യുന്നു. 1000 വെച്ച് 5 ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നു. അതിനകത്ത് പോസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഓരോ ഗ്രൂപ്പിനകത്ത് നമ്മൾ കയറിയിട്ട് ഈ സെയിം പോസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ കമ്മ്യൂണിറ്റി എന്നപ്പോൾ എന്താണ് ഈ കമ്മ്യൂണിറ്റി അകത്ത് ഈ ഗ്രൂപ്പുകളൊക്കെ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിയുടെ അനൗൺസ്മെന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ 50 ഗ്രൂപ്പുകളിലേക്ക് ഒറ്റയടിച്ച് തന്നെ കണ്ടക്ട്സ് പോകും. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിനെ കുറച്ചുകൂടെ വൈഡാക്കാൻ പറ്റും. അപ്പോൾ ഏരിയ കമ്മിറ്റി തലത്തിലേക്ക് നേരത്തെ നമുക്ക് ജില്ലാ കമ്മിറ്റി തലത്തിൽ മാത്രമേ നമുക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റൂ, ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂങ്കിൽ ഇപ്പോൾ നമുക്കത് ഏരിയ തലത്തിലേക്ക് വരെ വേണമെങ്കിൽ ഡയറക്റ്റ് അത് ഇനിയും ചിലപ്പോൾ കൂടുമായിരിക്കും. ഇപ്പം നിലവിൽ കമ്മ്യൂണിറ്റിക്കകത്ത് 50 ഗ്രൂപ്പൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഈ 50 ഗ്രൂപ്പും കൂടെ ഗ്രൂപ്പിനകത്തുള്ള ടോട്ടൽ മെമ്പേഴ്സിൻ്റെ എണ്ണം 5000 ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻ എഫക്റ്റ് 5000 പേരിലേക്ക് മാത്രമേ കമ്മ്യൂണിറ്റി വഴി എത്തുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർ എസ്കലേറ്റ് ചെയ്യുമായിരിക്കും. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ് വാട്സാപ്പ് ചാനൽ എന്ന് പറയുന്നത്. നമ്മൾ ഫേസ്ബുക്കിനകത്തും അല്ല ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ കണ്ട ചാനൽ എന്ന് പറയുന്ന സംഭവം നമ്മുടെ വാട്സാപ്പിനകത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിനകത്താണെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് ജസ്റ്റ് ലൈക്ക് റിയാക്ഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇമോജി വെച്ചിട്ടുള്ള സ്മൈലീസ് വെച്ചിട്ടുള്ള റിയാക്ഷൻസ് കൊടുക്കാം. മുഖ്യമന്ത്രിയുടെ പേരായാലും നിങ്ങൾ ചാനൽസിൽ പോയിട്ട് പിണറായി വിജയൻ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പേര്, അതുപോലെ മമ്മൂട്ടി എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ചാനൽ കിട്ടും. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂട്ടി അതിനകത്തേക്ക് പുഷ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പോസ്റ്റുകളും നമ്മുടെ വാട്സാപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഈ ഒരു ചാനൽ സംവിധാനവും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യും. ചിലപ്പോൾ വേറെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഒരു വാട്സാപ്പ് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരിലേക്ക് നമുക്ക് ഈ ഒരു സംവിധാനം എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെലഗ്രാം എന്ന് പറയുന്നത്, ടെലഗ്രാം ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നത് ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ്, പൈറേറ്റഡ് മൂവീസ് കാണാൻ. പലപ്പോഴും കേസും കാര്യങ്ങളുമായിട്ട് വരുന്നതാണ് ഈ ടെലഗ്രാമിനകത്ത് നിന്ന് ഇതേപോലെ പൈറേറ്റഡ് മൂവീസ് ഏറ്റവും കൂടുതൽ വരുന്നവർ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ടെലഗ്രാമും ഇതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ടെലഗ്രാം. വാട്സാപ്പിനകത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഈ ടെലഗ്രാമിനകത്തുണ്ട്. അപ്പം ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇതിനെ സംഘടനാപരമായി യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് യൂസ് ചെയ്ത് നമുക്ക് പരമാവധി നല്ല രീതിയിൽ നമ്മുടെ നെറ്റ്വർക്കിനെ ബിൽഡ് ചെയ്തെടുക്കാനും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും. ഇത്രയും പറഞ്ഞത് ഒരുപാട് സംശയങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി പറഞ്ഞ കാര്യം ചിലർക്ക് ആൾറെഡി ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് ഇനി ചെയ്യാൻ പോകുന്നതായിരിക്കും.
ചെയ്ത് നോക്കുമ്പോൾ കുറേ ഡൗട്ടുകൾ വരും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് യൂട്യൂബിനകത്തൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് വരും. ഈ പറഞ്ഞ ഒരുവിധപ്പെട്ട സംശയങ്ങളില്ല, വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല ഈ കോമൺ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട്. പിന്നെ അതായത് സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലരുടെ അക്കൗണ്ട് ഹാക്കായി പോകുന്നു, പാസ്വേഡ് മറന്നുപോയാൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരൊറ്റ സെക്ഷനിൽ പറയാൻ പറ്റില്ല. അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് വയ്ക്കുന്ന സമയമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയും. പേജ് സംസ്ഥാന കമ്മിറ്റി നേരത്തെ ഒരു പേജ് ഉണ്ടായിരുന്നു, 11,000 ലൈക്ക് എന്തൊക്കെ ഉണ്ടായിരുന്ന പേജ്. അതിൽ അഡ്മിൻസ് ആരുമില്ല, അതൊക്കെ ഹാക്കായി പോകുക അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹാക്കാവാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, അങ്ങനത്തെ കുറേ ടെക്നിക്കലായിട്ടുള്ള സെക്യൂരിറ്റി ബേസ് ചെയ്തിട്ടുള്ളതും കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കൂടെ പറയാൻ പറ്റില്ല. എങ്കിലും പക്ഷേ ഇത് 2 ഫാക്ടർ authentication എന്ന് പറയുന്നത് മെത്തേഡ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അവർ പ്രൊവൈഡ് ചെയ്തു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് ബേസിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. എനിക്ക് സ്പീഡിൽ പറഞ്ഞു പോയി, കാരണം 1 മണിക്കൂറുകൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഫേസ്ബുക്കിനകത്ത് നേരത്തെ 5000 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ലിമിറ്റാണ്. അത് മറികടക്കണമെന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പേജ് തുടങ്ങേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. നമുക്ക് നമ്മുടെ അക്കൗണ്ടിനെ തന്നെ നമുക്ക് പ്രൊഫഷണൽ മോഡ്, പ്രൊഫഷണൽ മോഡ് സെറ്റിംഗ്സിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പ്രൊഫഷണൽ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്സ് 5000 ഫ്രണ്ട്സിനപ്പുറം നമ്മുടെ അക്കൗണ്ട് പേജായിട്ട് മാറുകയും അത് ഫോളോ എന്ന് പറയുന്നൊരു ബട്ടൺ അവിടെ വരും. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിനെ ഫോളോ ചെയ്യാൻ പറ്റും. അത് പേജിന്റെ ലുക്കിലേക്ക് മാറുന്ന തരത്തിലേക്ക് മാറും. പ്രൊഫഷണൽ മോഡ് എന്ന് പറഞ്ഞ സെറ്റിംഗ്സിൽ കാണും. അത് എനേബിൾ ചെയ്താൽ ഇതേ സംഭവം തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്തുണ്ട്. ഇൻസ്റ്റാഗ്രാമിനകത്ത് വേണമെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ പ്രൊഫഷണൽ മോഡിലേക്ക് കൺവെർട്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചോ. ഈ കണ്ടന്റ് ജനറേഷന്റെ ഗ്രൂപ്പ് ആ കാലത്ത് ജനങ്ങളെയൊക്കെ സാധിക്കുന്ന പോലെ ഈ പൊളിറ്റിക്കൽ സൂചിച്ചു പൊളിറ്റിക്കലായിട്ടുള്ള കണ്ടന്റ്സിനെ അവർ പ്രൊമോട്ട് ചെയ്യാറില്ല പൊതുവിൽ. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ള ഒരു ബോധ്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഹിഡനായിട്ട് നമുക്കിത് വഴി പ്രചരിപ്പിക്കുക എന്നുള്ളൊരു വഴിയേ ഉള്ളൂ. അത് പാർട്ടിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ CPIM കേരള പേജ് വഴിയോ അല്ലെങ്കിൽ CPIM ഇന്ത്യയുടെ പേജ് വഴിയോ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പലരും ചോദിക്കും, ഈ പോരാളി ചോദിച്ചിടുന്നതുള്ള പോസ്റ്റ് എന്താ ഇതിനകത്ത് വരാത്തത്, CPIM കേരളക്കകത്ത് വരാത്തത്, അതുപോലെ വന്നിരുന്നെങ്കിൽ നമുക്ക് പിള്ളേർക്ക് ഒരു ആവേശം ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതിന് അവിടെ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ അവിടെ ഒരു പരിമിതിയുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്താണ് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ, നേരത്തെ ബാങ്കിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ബാങ്കിന്റെ അവർ വഴി സ്കിറ്റുകളും അവതരിപ്പിക്കുന്നത് വഴി അങ്ങനെയുള്ള മേഖലകൾ വഴി നമുക്ക് പരമാവധി ഹിഡനായിട്ട് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് കുറച്ച് സമയമെടുക്കും. നമ്മൾ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് മാത്രമേ താഴേക്ക് പോയില്ല. ഒരു ഡൗട്ട് ഈ മ്യൂസിക്കിന്റെ ഒക്കെ കോപ്പി റൈറ്റ്സ് മേടിക്കുന്നുണ്ടല്ലോ, അതിനെന്താ അതിന്റെ ലീഗൽ ഫോർമാറ്റ് ശരിക്കും? അതായത് നമ്മുടെ ഫേസ്ബുക്കിനകത്തൊക്കെ നമ്മൾ വീഡിയോസ് ആഡ് ചെയ്യുന്നു. ഫേസ്ബുക്കല്ല, യൂട്യൂബ് അടക്കം. യൂട്യൂബിൽ നമ്മൾ മ്യൂസിക്കൊക്കെ യൂണിവേഴ്സിറ്റി തരല്ലേ കോപ്പിറൈറ്റഡ് അടിക്കും. നമ്മളൊരു കണ്ടന്റ് ഇട്ടാൽ അത് കോപ്പിറൈറ്റഡ് ആക്കാൻ എന്ത് ചെയ്യണം? നമ്മളൊരു കണ്ടന്റ് ഇട്ടാൽ കോപ്പിറൈറ്റഡ് ആക്കണമെങ്കിൽ നമ്മൾ അതിന്റെ കോപ്പിറൈറ്റിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി ഉണ്ട്. കുറെ ഏജൻസി പല സ്ഥലത്തായിട്ടുണ്ട്. പേറ്റന്റ് എടുക്കുന്നത് പോലെ തന്നെ കോപ്പിറൈറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ക്ലെയിം ചെയ്ത് നമ്മൾ അതിന്റെ സർട്ടിഫിക്കേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരുടെ ഒരു ഇന്റർഫേസ് ഉണ്ട്. ആ ഇന്റർഫേസ് ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ബിസിനസ് സ്യൂട്ടിനകത്ത് നമുക്ക് നമ്മുടെ കോപ്പിറൈറ്റിന്റെ സംഭവം നമുക്ക് കോപ്പിറൈറ്റ് ഉള്ളതാണ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആ മ്യൂസിക്കോ ആ സോങ്ങോ എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ടച്ച് ചെയ്തിട്ട് ഒന്നുകിൽ അവർ മ്യൂട്ട് ചെയ്യും, വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പേജ് വരെ അടിച്ചു. മറ്റൊരു ഡൗട്ടുള്ളതേ, ഇപ്പോൾ പൊതുവെ കാണുന്നുണ്ട് വ്യാജ അക്കൗണ്ട്. ഇപ്പോൾ നിങ്ങളുടെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വേറൊരാള് FBയിൽ അക്കൗണ്ട് കൊടുക്കുന്നു. ഇതെങ്ങനെ FB എങ്ങനെയാണ് അലവ് ചെയ്യുന്നത്? ഇപ്പോൾ വ്യാജ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനെ തടയാനായിട്ടുള്ള ഒരു മെഷർ റിയലിസ്റ്റിക് ആയിട്ട് ഫേസ്ബുക്കിന്റെ കയ്യിലില്ല. കാരണം എന്ന് പറയുന്നത് അവര് അതിനകത്ത് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാർ നമ്പറോ ID അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇത് ചോദിച്ചാൽ തന്നെ
അവർക്ക് അത് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമില്ല. ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ UIDAI ആധാറിന്റെ ഏജൻസി ഉണ്ടല്ലോ, അവരുടെ സെർവറുമായി ബന്ധപ്പെട്ട് അവിടെ ക്രോസ് ചെക്ക് ചെയ്യുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമല്ല. പക്ഷെ അത് ഒരു പ്രൈവറ്റ് സ്ഥാപനമായതുകൊണ്ട് തന്നെ, അതുപോലെ മൾട്ടിനാഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരതിന് ലീസ്റ്റ് ബോധേഡുമാണ്. അതിൽ എന്തെങ്കിലും റൂൾ വയലേഷൻ വന്നാൽ, റൂൾ വയലേഷൻ എന്ന് പറയുന്നത് അതാത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറയുന്ന തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ പ്രോപ്പർ ചാനലുകൾ പോലീസ് വഴി കംപ്ലൈന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പോലീസിന് അതിനകത്തുള്ള അക്സസ് കൊടുക്കും, അവർക്കത് വെരിഫൈ ചെയ്യാം, അതിനുള്ള നിയമ നടപടി എടുക്കാം. ഈ ധ്രുവ റാത്തോഡിനെ കുറിച്ച് മിനിഞ്ഞാന്ന് മറ്റൊരു ന്യൂസ് വന്നിരുന്നു. ധ്രുവ റാത്തോഡിന്റെ ഒരു വ്യാജ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹം വളരെ ആന്റി ഇതായിട്ടുള്ള സംഗതി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. പുള്ളി പറഞ്ഞത് എൻ്റെ അല്ല, ഇട്ട ആളും പറയുന്നു ഇത് ധ്രുവ റാത്തോഡിന്റെ റിയൽ അക്കൗണ്ട് അല്ല, ഞാൻ വ്യാജം ക്രിയേറ്റ് ചെയ്തതെന്ന്. എന്നിട്ടും ധ്രുവ റാത്തോഡിനെ അറസ്റ്റ് ചെയ്യുന്നിടത്തേക്കാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നതെന്ന് തോന്നുന്നു. ഇതിലൊക്കെ കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടൽ വരും. ആ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഈ തെളിവുകൾ യഥാർത്ഥത്തിൽ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആരാണ് ആക്ച്വലി പോസ്റ്റ് ചെയ്തത്, എത്ര മണിക്ക് എവിടുന്നൊക്കെ പോസ്റ്റ് ചെയ്തെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം എടുക്കാൻ പറ്റും. പക്ഷെ അതിനെ ഒരു പുകമറയാക്കി നിർത്തിക്കൊണ്ട് അയാൾക്കെതിരെ കേസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് അവർ പോകുന്നത്. അത് സ്പാമായിട്ട് വരുന്നത്. മലയാളത്തിലുള്ള പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റർ ആണെങ്കിൽ മലയാളം ടെക്സ്റ്റ് ആൻഡ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്പുണ്ട്. അതിനകത്ത് മലയാളം ഫോണ്ടുകളൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് പോസ്റ്റേഴ്സ് ചെയ്യും. അതുപോലെ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് ആപ്പുണ്ട്. ഇൻഷോട്ട് ആപ്പ് ഉണ്ട്. ഇൻഷോട്ട് ഉണ്ട്, VN ഉണ്ട്, അതുപോലെ ഒരുപാട് ആപ്പുണ്ട്. കൈൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കൈൻ മാസ്റ്റർ ഒക്കെ ആണെങ്കിൽ അവരുടെ ലോഗോ കൂടെ വരും. ഇൻഷോട്ടിനകത്ത് ലോഗോ വരും. പക്ഷെ അത് വ്യൂ ഓൺസ് അവരുടെ ഒരു ആഡ് 30 സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ മാറ്റി. വേറൊരു നമ്മുടെ FB പേജ് മറ്റൊരാൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും.